ഇന്ന് നമ്മളുണ്ടല്ലോ ഉള്ളി പറിക്കാൻ വന്നിരിക്കട്ടെ. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട് ഉള്ളി പറിക്കാനായിട്ട്. അതാണ് ഞാൻ അർബാന എടുത്തത്. അപ്പം നോക്കി നമ്മുടെ ഉള്ളി കണ്ടോ, ഉള്ളി നമ്മുടെ പുറമേക്ക് ഉള്ളി നിൽക്കുന്നത് കാണാൻ പറ്റും. കണ്ടോ, ഈ ഒരു കടയിലേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ വീണ് കിടക്കുന്നത്. കാരണം നന്നായി കാണാൻ കണ്ട നന്നായിട്ട് ഉള്ളി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം നമ്മൾ ഉള്ളി നടന്ന കാര്യങ്ങൾ ചെയ്യണ വളങ്ങളൊക്കെ നമ്മളതിലായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 3 തടാണ് ഉള്ളി വെച്ച് കൊടുത്തോണേ. എല്ലാം അത് നമ്മൾ ഇന്ന് പറക്കൂട്ടാ. കണ്ടോ നോക്കിയേ എത്ര ഉള്ളിയാന്ന് നോക്കിയേ. ഈ ഒരു കടയിൽ നിന്ന് കട പറിച്ചപ്പോളാട്ടോ കണ്ട ഉള്ളി കിട്ടി നോക്കണേ. ഇതേപോലെ തന്നെയാണ് എല്ലാ തരത്തിലും ഉള്ളി ഉള്ളത്. എന്ത് ഭംഗിയപ്പോൾ 2 കട ഞാൻ പറിച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നോക്കിയേ കണ്ട ഉള്ളി. ഇതേപോലെ വേഗം ഉള്ളി പറിച്ചു കിട്ടാ. ഉള്ളിയുടെ വലിപ്പം തന്നെ നോക്കിയേ കണ്ട നല്ല വലിപ്പമുള്ള ഉള്ളി തന്നെയാട്ടാ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ, ചട്ടിയിലെങ്കിലും വെച്ച് നോക്കിയോളൂ കേട്ടോ. കാരണം നമുക്ക് ഇതേപോലെ ഉണ്ടാവുമ്പോഴേ എല്ലായിടത്തും ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹമാണ്. കാരണം എത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റണ വേറൊരു കൃഷിയില്ലേ ഞാൻ മുന്നേ പറഞ്ഞ പോലെ. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. നമ്മുടെ വീഡിയോയിൽ അറിയാം ഒരു ഉള്ളിയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് വരെ അറിയാം കേട്ടോ. കാരണം നമ്മൾ ഉള്ളി വെക്കുന്നത്, ഉള്ളിക്ക് മുള വരുന്നത്, അതിന് ശേഷം ഉള്ളിക്ക് വളം ഇടുന്നത്, അങ്ങനെ എല്ലാ സ്റ്റെപ്പായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടേ. ഈ ഒരു ഉള്ളിയും കട പറിച്ചിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഈ ഉള്ളിയിൽ നിന്ന് എത്ര ഉള്ളി കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഒരു കടയാണ് ഞാൻ പറിച്ച് നോക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കാം. ഈ ഒരു കടയുമ്പോൾ തന്നെ നമുക്ക് 45 ഉള്ളിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ നമ്മുടെ ഉള്ളി പറക്കൽ കഴിഞ്ഞു കേട്ടോ. 3 തട ഉണ്ടായിരുന്നു. ഒരു തടത്തിലും കൂടി പറക്കിൽ നമ്മൾ വേറെ റെസിപ്പി വെച്ചു. അപ്പോൾ നോക്കിയേ നമ്മൾ ഇന്ന് പറിച്ച ഉള്ളി. പിന്നെ നമ്മുടെ ഉള്ളിയിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടാണെന്ന് അറിയോ, നമ്മൾ പറഞ്ഞ 3 തട ഉള്ളി, അതിൽ ഞാൻ 2 തട ഉള്ളിയെ പറിച്ചുള്ളൂ. അപ്പോൾ ഒരു തടത്തിൽ നമ്മൾ വെച്ചിട്ടുള്ള ഉള്ളിയുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 25 ഉള്ളിയാണ് നമ്മൾ ഒരു തടത്തിൽ വെച്ച് കൊടുത്തത്. അപ്പോൾ 2 തടത്തിൽ കൂട്ടിയിട്ട് നമ്മൾ ആകെ വെച്ചത് 50 ഉള്ളിയാണ്. ഈ 50 ഉള്ളി വെച്ചിട്ടാണ് നമുക്ക് ഇത്രയും ഉള്ളി കിട്ടി പോകുന്നത് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉള്ളിയൊക്കെ ഇതാ നമ്മൾ അർബാനയിൽ കയറ്റി. പക്ഷേ ഉള്ളി പറിച്ച് കഴിഞ്ഞാൽ ഉള്ളിക്ക് ഉണക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. ഇനി അപ്പോൾ നമ്മളിതാ വീട്ടിലേക്ക് പോകാണ് കേട്ടോ.